ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വേളാങ്കണ്ണിയിലത്തെ വിശേഷം തന്നെയാണ് കേട്ടോ. സംഭവം നമ്മൾ ഇന്നലെ എത്തിയെങ്കിലും വിശേഷങ്ങൾ ഞാൻ ഒരു ദിവസത്തെയും കൂടി പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ വിശേഷങ്ങളാണ് കേട്ടോ പറയണത്. അതായത് ശനിയാഴ്ച രാവിലെ നമ്മൾ 9 മണിയുടെ കുർബാന, മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു. അപ്പോൾ 9 മണിയുടെ കുർബാനയ്ക്കാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ രാവിലെ ദേ അമ്മയും മോനും സുഖം ഉറക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 8 മണിക്ക് അലാറം വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ഡാഡി പതിയും പോലെ നേരത്തെയോടെ എണീറ്റു. ഞാനും എണീറ്റ് ദേ ഇടാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ ദേ പാച്ചൂട്ടൻ എണീറ്റു. ഞങ്ങൾ റെഡിയായി കൃത്യമായിട്ട്. അപ്പോൾ ഡോണൊക്കെ മുകളിൽ റൂമിലും ഞങ്ങൾ താഴെ വരുന്നു കേട്ടോ. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു ഫ്ലോറിലല്ല റൂം കിട്ടിയത്, രണ്ടും 2 ഫ്ലോറിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ റെഡിയായി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് നിന്നു. ഡോണൊക്കെ ഇതേ ഫാമിലി ഇറങ്ങി. അപ്പോൾ അവരിറങ്ങുന്നതോട് കൂടി ഫുൾ ലഗേജ് കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെയായ കാരണം നേരെ കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡാഡിക്ക് ഡ്രസ്സൊന്ന് മാറി വെക്കണം, ഞാനത് തന്നെയാണ് ഇട്ടത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, എന്നാലും അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ള ധാരണയുമായിരുന്നു. അങ്ങനെ ഡോണിൻ്റെ സാധനങ്ങൾ മുഴുവൻ വെച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം ഒരു ചായ കുടിക്കാൻ പോയി. ഡോണും ഡാഡിയൊക്കെ പുറമേ നിന്ന് എണീറ്റ വഴിക്ക് പോയി. പക്ഷെ നമ്മൾക്ക് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഓടി ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ, നൈറ്റ് ഡ്രസ്സും നൈറ്റിയും ഒന്നും ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ ഈ പാരഡൈസിൽ തന്നെ ഉണ്ടായിരുന്നു, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഓരോ കോഫി കുടിച്ചിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടു, തോമൂനും പാച്ചുനും തോമൂനും ചാക്കോച്ചനും ഒരുപോലത്തെ ഡ്രസ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഡിവൈൻ പുതിയ ഡ്രസ്സ് പള്ളിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ ആദ്യത്തെ വിസിറ്റാണ്. പാച്ചുവിൻ്റെ ആദ്യത്തെയാണ്, എന്നാലും അവർക്ക് 2 പേർക്കും ഇന്നത്തെ ഇങ്ങനത്തെ കാര്യത്തിൽ ഇപ്രാവശ്യം ഒരു സ്പെഷ്യലാണല്ലോ. കാരണം മാമോദിസ കഴിഞ്ഞ പുതിയ മാലാക കുട്ടികളാണല്ലോ അവർ. അപ്പോൾ അങ്ങനെ അവർ 2 പേരും ഇതേ ഒരുപോലെ ഡ്രസ്സിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്നെ ആരും അധികം ഇങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരു ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടാവില്ല, ഷോളൊന്നും ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പോയി ആദ്യം കാപ്പി കുടിക്കാനായിട്ട് കയറി. കാരണം കോഫി കുടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തലചിറ്റ എന്തെങ്കിലും ഉണ്ടായാലും പിന്നെ 9 മണിക്കാണ് കുർബാന. അപ്പോൾ അതിന് മുമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ സമയം കുറേ. അപ്പോൾ ജസ്റ്റ് ഒരു കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കോഫി മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഡീസൻ്റായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ തോമോന് ഓൾറെഡി ഇതേ ഒരു ലംബോർഗിനി വാങ്ങിച്ചിട്ടുണ്ട് കയ്യിൽ ഇന്നലെ. പാച്ചുവിന് ഇന്നാണ് വാങ്ങിക്കുള്ളൂ, എന്താണെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഓട്ടോറിക്ഷയിൽ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നല്ല രസമാണ് അവിടുത്തെ ഓട്ടോയിൽ പോകാനായിട്ട്. ഒരാൾക്ക് 20 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ 5 പേരും 3 കുട്ടികളും അങ്ങനെ 8 പേര് അതിനുള്ളിൽ കയറിയിട്ടാണ് പോയത് കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല ബേബി സീറ്റ്. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോണ അദ്രമാനിക്കയുടെ സൈക്കിൾ റിക്ഷയിൽ പോണ ഓർമ്മയാണ്. ഈ ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞ് ബേബി സീറ്റ്, അതിൽ 3 പേർക്ക് ഇരിക്കാം, 3 പേർക്ക് ഇപ്പുറത്തും ഇരിക്കാം. നല്ല സുഖമായിട്ട് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. കുറച്ച് നേരം ഉള്ളെങ്കിലും കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളെങ്കിലും ആ ഉള്ള ദൂരം ഓട്ടോറിക്ഷയിൽ പോയപ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷമായി. അങ്ങനെ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നടക്കാൻ പറ്റുന്ന ഒരു ചൂടല്ലായിരുന്നു. ഭയങ്കര 9 മണി ആവണുള്ളൂ, പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ പോരാത്ത ചൂടായിരുന്നു. അപ്പോൾ ഇവിടെയൊന്നും വലിയ പ്രശ്നം തോന്നിയില്ല. ഞാൻ കാണിച്ചു തരാം ഒരു സ്ഥലം, അവിടെ വെച്ച് ശരിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഇതിപ്പോൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ചെരുപ്പ് ഇങ്ങനെ ദൂരെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഒരു വശത്ത് ഒതുക്കി ചെരുപ്പൊക്കെ വെച്ച് ഞങ്ങളിതേ കയറി. അകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഞാൻ എവിടെ പോയാലും പള്ളിയുടെ അകം അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഇതേ സമയം 10:10 ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതെനിക്ക് തോന്നുന്നു പള്ളിയിലുള്ളാന്ന് തോന്നുന്നുണ്ട്. 10:10 കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. തിരിച്ച് നമ്മൾ സെയിം സ്ഥലത്തേക്ക് തന്നെ വന്നിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഓട്ടോയിൽ തന്നെ തിരിച്ച് ഇവിടേക്ക് വരേണ്ടായത്. അങ്ങനെ ദോശ നെയ് റോസ്റ്റാണ് കഴിച്ചത്. നെയ് റോസ്റ്റും പിന്നെ എല്ലാവരും നെയ് റോസ്റ്റ് തന്നെയാണ് കഴിച്ചതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ സമയമായപ്പോഴേക്ക് ഇഡ്ഡലി സംഭവങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും 10 മണിക്കുള്ളിൽ കഴിയും. ഇപ്പോൾ 10:15 ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ റൂമിലേക്ക് പൊക്കോ, ഇനിയുള്ള വഴിപാട് ഞാനും ഡാഡിയും കൂടി പോയി ചെയ്യാമെന്ന്. കാരണം അത്രയും വെയിലായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പള്ളിയിലാണെന്ന് വെച്ചാൽ കയറണേൻ്റെ കുറേ മുമ്പായിട്ട് ചെരുപ്പ് വരണം. അവിടെ നിന്ന് പിന്നെ നമ്മൾ എന്തെന്ന് പറയുക, ഓടുകയാണ്. ഓടാത്തവരും കൂടി ഓടും. പിന്നത്തെ ഷോപ്പിംഗ് മുഴുവൻ ഞാനും ഡാഡി, ഷോപ്പിംഗ് അല്ല പള്ളികളിലത്തെ കാര്യങ്ങൾ മുഴുവൻ ഞാനും ഡാഡി ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾക്കൊക്കെ പനിയോ ജലദോഷമൊക്കെ വരും.
അത്രയും വെയിലാണ്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല, അത്രയും ചൂടാണ്. അപ്പോൾ ഞാനും ഡാഡിയും കൂടി, ഞങ്ങളാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ വെച്ചിട്ട് ഞാനും ഡാഡിയും കൂടി കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവരെ റൂമിലാക്കിയതിന് ശേഷം ഞാനും ഡാഡിയും കൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് കേട്ടോ വേളാങ്കണ്ണിയിലെ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. ആ സൈഡിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന ഭാഗം അവിടെ വരുമ്പോഴാണ് ഇത് അവിടുത്തെ പള്ളിയുടെ ക്യാൻറ്റീനാണ്. അവിടെ ക്യാഷ് കൗണ്ടർ, മീൽസ്, ജ്യൂസ്, ഐസ്ക്രീം എന്ന് വേണ്ട ഓരോ കൗണ്ടറും സെക്ഷനായിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് പള്ളിയുടെ കേട്ടോ, ഇത് പള്ളിയുടെ ഫുഡ് കോർട്ടാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ക്യാൻറ്റീനിൽ കിട്ടുന്ന പോലെ വില കുറവിലാണ് തോന്നുന്നുണ്ട് സാധനങ്ങൾ. എനിക്കറിയില്ല കേട്ടോ, നമ്മൾ താമസിക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച കാരണം എനിക്കറിയില്ല. അപ്പോൾ ഇവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾക്ക് കുർബാന സംബന്ധമായ സംഭവങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് അത് വേറൊരു സ്ഥലത്താട്ടോ, അത് പലതും പല സ്ഥലത്താണ്, അതുകൊണ്ടാണ് കുട്ടികളെ കൊണ്ടുവരാഞ്ഞത്. അപ്പോൾ മാസ് ഓഫറിങ്സ്, അതായത് കുർബാന ചൊല്ലിക്കൽ, ആ കുർബാനയുടെ ഒരു വലിയ ഒരു ഷീറ്റുണ്ട്. അതിനകത്ത് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ടിക്കിട്ടാൽ മതി. അപ്പോൾ മാസ് ഓഫറിങ്സിന് 150 ആണ് കേട്ടോ ഒരു ഇതിനുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ തന്നെ പല ആവശ്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ കുട്ടികളുണ്ടാവാത്തവർക്കാണെങ്കിൽ അത്, പിന്നെ നമ്മളുടെ കുടുംബ സമാധാനത്തിന് വേണ്ടി. അപ്പോൾ ഇതൊരു കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ചെയ്തത് പീസ് ഓഫ് മൈൻഡും ഹെൽത്തി റിലേഷൻഷിപ്പ്, അതായത് മനസ്സിന് സമാധാനവും എന്താ പറയുക നല്ല ഒരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ നമ്മുടെ അതിൻ്റെ പിന്നാലെ വരുന്നതാണ്. അപ്പോൾ അതിൽ ബിസിനസ്സിൻ്റെ പുരോഗമനമുണ്ട്, പലതും ഇട്ടുണ്ട്. പക്ഷേ ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് ഇത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂട്ട് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഡിമ്പിളിന് വേണ്ടിയിട്ട് ഒരു പൂട്ടും താക്കോലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇത് വേറെ സ്ഥലമാണ് കേട്ടോ, ഈ സാധനം വാങ്ങിക്കുന്നത് വേറെ സ്ഥലം, കൊണ്ടിടുന്നത് വേറെ സ്ഥലം. എന്താ പറയുക, ഓരോ സ്ഥലത്തേക്കും പോകുമ്പോൾ 15 മിനിറ്റ് നടക്കണം, എന്നിട്ടാണ് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് എത്താം. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒന്നും ഓടി നടക്കാത്ത ഒരാളാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് തന്നെ ഒരു ആരോഗ്യം വരുമെന്ന് പറയില്ലേ, എനിക്ക് തന്നെ ഇപ്പോൾ അത്ഭുതം തോന്നും ഞാൻ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഈ ചരട് വാങ്ങി പൂട്ടുമ്പോൾ മൊത്തം ചുറ്റിയിട്ട് അത് നമുക്ക് അടയാളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വീട് പണിയണ സമയത്തും ചെയ്തിരുന്നു. നമ്മൾ പോയിട്ട് ഒരു പൂട്ട് വാങ്ങി ഇട്ടതിന് ശേഷമാണ് നമ്മളുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ താക്കോലും കൊണ്ടുപോയിട്ട് ആ പൂട്ട് അഴിച്ചെടുത്തു. അങ്ങനെയാണ് ചെയ്യുക, അതാണ് വഴിപാട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൂട്ട് കെട്ടി. അപ്പോൾ ഡിമ്പിളിനൊരാഗ്രഹം, അപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞ് പൂട്ട് കെട്ടി. താക്കോലുമേ അതിൻ്റെ ബാക്കി ചരട് കട്ട് ചെയ്ത് താക്കോല് നമ്മളുടെ കയ്യിൽ പിടിച്ചു കേട്ടോ. ഇനി ഇത് കെട്ടണ സ്ഥലം കുറേ ദൂരെയാണ്. അപ്പോൾ ആ പോണതിൻ്റെ മുമ്പായിട്ട് കുറച്ച് മെഴുകുതിരി വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു 50 മെഴുകുതിരിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതായത് എനിക്ക് 46 പേർക്ക് വേണ്ടി കത്തിക്കണം, 46 പേർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി കത്തിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കൂടെ 4 എണ്ണം, അപ്പോൾ ഓരോ മെഴുകുതിരിയും കത്തിക്കുമ്പോൾ അവരുടെ ഫുൾ ഫാമിലീനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ 4 എണ്ണം കൂടി ആകുമ്പോൾ 50 ആയി. അപ്പോൾ ഈ 4 എന്ന് പറയുമ്പോൾ ഡിമ്പിളും ഡിവൈനും ആൻസറും ഡോണും ആയി. അപ്പോൾ അവർക്ക് വേണ്ടി കത്തിക്കുമ്പോൾ ഞങ്ങളും കൂടി അതിൽ പെട്ടുല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഈ 50 മെഴുകുതിരി വാങ്ങിയത് കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്തതാണ്. ഇവിടെ ഞങ്ങളുടെ ഒക്കെ മെഴുകുതിരിയുടെ സ്റ്റാളുകളാണ്, പലയിടത്തും പല വിലയാണ്. പക്ഷെ നമ്മളതങ്ങനെ വില നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പള്ളികൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ഷോപ്പിംഗ് മാളും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കാറും ബസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവങ്ങൾ. അപ്പോൾ ഇത് നല്ല കോമഡി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഇത് വാങ്ങിക്കാൻ തന്നെ. അപ്പോൾ ഡാഡി പറയുന്നത് കപ്പലണ്ടി വാങ്ങിക്കാമെന്ന്. അതായത് ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടി. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞ് കളിയാക്കായിരുന്നു, നാട്ടിൽ കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞിട്ട് ഡാഡി വാങ്ങിയത് കപ്പലണ്ടിയാണെന്ന്. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ എത്തോളം കളിയാക്കിയിട്ടോ ഡാഡീനെ. അത് ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പൊട്ടറ്റോ ഫ്രൈ ആണെന്ന് തോന്നും, പക്ഷേ കൊള്ളിയാണ്. ഭയങ്കര നൈസായിട്ട് വറുത്ത് കറക്റ്റ് കഴിക്കുമ്പോൾ മറ്റേ എന്താ പറയുക, കിഴങ്ങിൻ്റെ പൊട്ടറ്റോ ഫ്രൈ പോലെയാണ് അതിൻ്റെ ഇത്. ഈ കാണുന്നത് കൊള്ളിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പൊട്ടറ്റോ ഇതാണ് കാണുക, പക്ഷേ ഇത് കൊള്ളിയാണ്. ഒട്ടും കരം തോന്നുന്നില്ല കേട്ടോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് കൊള്ളിയാണെന്ന്. അത്രയും നേരെ സ്ലൈസാക്കിയിട്ടാണ് അവർ അരിഞ്ഞത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പാക്കറ്റായിട്ട് വാങ്ങിച്ചു. കുറച്ച് മിളകിടാണ്ടും അധികമുള്ളത് നിറച്ച് മിളകിട്ടിട്ടും ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട്. പക്ഷേ കുട്ടികളൊക്കെ മിളകിട്ടതും തിന്നുട്ടാ. ഭയങ്കര ടേസ്റ്റായിരുന്നു, പറയാണ്ട് വയ്യ, അത്രയും ടേസ്റ്റായിരുന്നു ആ സാധനം. അങ്ങനെ ഞങ്ങളിതേ ഓരോ സെക്ഷനിൽ കടന്ന് അത്യാവശ്യം സാധനം വാങ്ങിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇന്നലെ തോമുവിന്
മറ്റേ കാറ് ലംബോർഗിനി വാങ്ങിച്ച കാരണം ഇനി അപ്പം അതായത് ആവശ്യമുണ്ടായിട്ടല്ല, എന്നാലും കുട്ടികൾ നാളെ മേലാക്കം വേളാങ്കണ്ണിയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയണം. കാരണം ഇന്നും ഡിമ്പിളുടെയൊക്കെ കയ്യിൽ ബിൽഡിംഗ് സെറ്റുകളുണ്ട്, ഇത് വേളാങ്കണ്ണിയിൽ നിന്ന് വാങ്ങിച്ചതാണ്, അത് വാങ്ങിച്ച ഓരോ പ്രാവശ്യം ഞാൻ കുട്ടികൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കും. കാരണം അത് എനിക്കറിയാം, അത് അവർക്ക് സ്പെഷ്യലായിരിക്കും. എപ്പോഴും നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സംഭവം വാങ്ങിക്കുക എന്നുള്ളത്. അവിടെ നിന്ന് ദൈ നോക്കിയേ, ഈ അറ്റം തൊട്ട് ഇങ്ങേ അറ്റത്തേക്ക് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇത് വേറൊരു ഭാഗമാണ് കേട്ടോ, പള്ളിയുടെ വേറൊരു ഭാഗമാണ് ഈ പൂട്ടിടുന്ന ഭാഗം. അങ്ങനെ ഞങ്ങൾ ദേ പൂട്ടിടാൻ വേണ്ടിയിട്ട്, പൂട്ടും താക്കോലും ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഞാൻ മെഴുകുതിരി നടയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഊതാൻ വേണ്ടിയിട്ട് എണീറ്റതാട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഇത് പൂട്ടും താക്കോലും. അപ്പോൾ ഞാൻ തന്നെ ആ ഭാഗം ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചു. കാരണം നമ്മൾ നാളെ മേലൊക്കെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിത് വന്ന് ഈ ലോക്ക് ഊരുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പുതിയ വീട് വാങ്ങിക്കാൻ മാത്രമല്ല, വീടിനോടനുബന്ധിച്ച് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാനും അങ്ങനെയുള്ള സംഭവങ്ങൾ, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുക, അങ്ങനത്തേനൊക്കെയാണ് നമ്മൾ ഈ പൂട്ടും താക്കോലും, അതായത് പുതിയൊരു അധ്യായം തുടങ്ങുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അധിക ഭാഗം വീട് പണിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ പൂട്ട് അവിടെ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ എടുത്തു. കാരണം നാളെ മേലാക്ക ഡിമ്പിളിനായാലും വന്നു കഴിഞ്ഞാൽ ഇത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അങ്ങനെയൊന്നും അല്ലയെന്ന്. നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മളിട്ട പൂട്ട് അവിടെ കെടുക്കുന്നുണ്ടാവും. ഒരാളത് ഇതിൻ്റെ ഒരു താക്കോല് നമ്മളവിടെ പള്ളിയിൽ നേർച്ചപ്പെട്ടിയിലിടും, ഒരു താക്കോല് നമ്മളുടെ കയ്യിലും വയ്ക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വഴിപാടിൻ്റെ ഒരു രീതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് എൻ്റെ മക്കളെ കാലൊക്കെ പൊള്ളിയിട്ട് എന്താ പറയുക, ഒരു വിധത്തിലായിട്ടാണ് ഞങ്ങൾ ഓടിയത്. കാരണം പോകുന്ന സ്ഥലത്ത് മുഴുവൻ ഈ മറ്റേ ഗ്രാനൈറ്റൊക്കെ ചുട്ട് പൊള്ളിയിട്ട് നമുക്ക് കാല് വയ്ക്കാൻ പറ്റില്ല, എന്നാൽ ചെരുപ്പിടാൻ പാടില്ല. അപ്പം ഞാൻ പറയാറുണ്ട്, അവിടെ മാത്രം എനിക്ക് അവിടെ പള്ളിക്കാരുടെ കമ്മിറ്റിയോട് ഒരു കാര്യം പറയാനുള്ളത്, കുറച്ച് ഒരു വശത്ത് മാത്രം കുറച്ച് കയറ്റുവായിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഇങ്ങനെയുള്ള സ്ഥലത്ത് കുറച്ച് ചവിട്ടിയോ കയറ്റുവായോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് വെള്ളം നനച്ചിട്ട് കഴിഞ്ഞാൽ, കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഓടാൻ പറ്റി, പക്ഷേ വയസ്സായവർ എന്ത് ചെയ്യും അവിടെ? കാരണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാല് പൊള്ളിയിട്ട്. അങ്ങനെ ഞങ്ങളിതേ മെഴുകുതിരി നമ്മൾ വാങ്ങിയ തിരി കത്തിക്കണമല്ലോ നമ്മൾ, വേണമെങ്കിൽ ആ തിരി നമുക്ക് തിരിച്ച് കൊണ്ടുവരാം. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, മാതാവിൻ്റെ മുമ്പിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോരുക ചെയ്തേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് ലാവൻഡർ. അപ്പോൾ ഞാൻ ആ ലാവൻഡർ, നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ആ ലാവൻഡർ തിരികെ പിടിച്ചിട്ട്, പക്ഷേ ഇത് ഒരു കാര്യം പറയേണ്ടത്, ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ നല്ലതിനാണ് എന്ന് വിചാരിച്ച് കൂടെ നിൽക്കുന്ന ഒരു ഡാഡിയും മക്കളും ഉള്ളതാണ് കേട്ടോ എൻ്റെ വിജയം. അതെനിക്ക് പറയാണ്ട് നിവൃത്തിയില്ല. കാരണം ഞാൻ മാത്രം വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ഡാഡിയും മക്കളും പിന്നെ മരുമക്കളും, ആൻസൺ കൂടെയില്ല, ഡിവൈൻ ഉണ്ടല്ലോ, അവരൊക്കെ എന്താ പറയുക, മമ്മിക്ക് അത് ശരിയെന്ന് തോന്നിയാൽ മമ്മി അത് ചെയ്തോ, മമ്മിക്ക് അത് പറ്റും, അല്ലെങ്കിൽ മമ്മി അത് ചെയ്യണം, അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം. അങ്ങനെ എൻ്റെ കൂടെ നിന്ന് ഡാഡിയാണ് കംപ്ലീറ്റ് ഇത് കാരണം നിറച്ച് മെഴുകുതിരികൾ. അവസാനം ഞാൻ കത്തിക്കാനായിട്ട് നിന്നപ്പോൾ ഡാഡി പറഞ്ഞു വേണ്ട, കൈ പൊള്ളും, കാരണം ഇത്തിരി ഉയരമുണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഡാഡി അതൊന്നും നോക്കാണ്ട് ഓരോ ഭാഗങ്ങളും കത്തിച്ച് അപ്പോൾ അവരിങ്ങനെ കത്തിച്ച മെഴുകുതിരികൾ എടുക്കും. അപ്പോൾ ഡാഡി പറഞ്ഞു എടുക്കായിക്കോ, ഒന്നിച്ച് കത്തിച്ചതിന് ശേഷം നിങ്ങൾ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് തമിഴിലൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. ഡാഡി പിന്നെ ഏത് ഭാഷയും പറഞ്ഞ് അങ്ങോട്ട് ഒപ്പിക്കും കേട്ടോ. അങ്ങനെ 50 മെഴുകുതിരി ഞങ്ങൾ നിരത്തി വെച്ചു. അതിനുശേഷം ഞാനും കൂടിയിട്ടോ കത്തിക്കാനായിട്ട്. കാരണം ഡാഡിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെയുള്ള മെഴുകുതിരികൾ ഊതിക്കെടുത്തി ആ ചേട്ടന്മാർ അവിടെ നിന്ന് അത് കൊണ്ടുപോയതിന് ശേഷം ഞാൻ വേഗം മെഴുകുതിരികൾ മുഴുവൻ കത്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. കാരണം 50 വീടിനെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ഈ 50 മെഴുകുതിരി കത്തിച്ചത്. അപ്പം നമുക്ക് എന്താ പറയുക, 50 വീടിന് അനുഗ്രഹം ഒരേ സമയത്ത് കിട്ടുകയെന്ന് പറയുമ്പോൾ കേട്ടോ, തീനാളം കത്തിയപ്പോൾ എനിക്കറിയില്ല എന്ത് സന്തോഷം എനിക്ക് ഉണ്ടായെന്ന് എനിക്കറിയില്ല. അത്രയും സന്തോഷമായിരുന്നു എനിക്ക് കേട്ടോ. ഓരോ തിരിയും കത്തുമ്പോൾ എല്ലാ തിരിയും കത്തിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. ഒരു തിരി പോലും കെടാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കത്തിച്ച് ഒരുവിധമായി കഴിഞ്ഞു കേട്ടോ. 50 തിരിയും കത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ പറയില്ലേ, നമ്മൾ ചെല്ലേണ്ടടുത്ത് ചെന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നീ പൊക്കോ എന്ന് പറയുമ്പോൾ വരുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമായിരുന്നു എനിക്ക്. ഇത് പിന്നെ പൂമാലയുടെ ഒരു വഴിപാടാണ്, അവിടെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറേ പൂവും എണ്ണയും വെള്ളവും കൊണ്ടുവന്നിട്ട് എല്ലാ വീടുകളിലും കൊടുത്തിട്ട് അവിടെ കുറേ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെയാണ്, എവിടെ പോയാലും വെള്ളവും എണ്ണയൊക്കെ വാങ്ങിക്കും, ഓരോ വീട്ടിൽ കൊടുക്കും. കുറേ നാൾ കഴിയുമ്പോൾ കാണാം അതെന്തെങ്കിലും മറാലയും പൊടിയൊക്കെ പിടിച്ച് അവിടെ കിടക്കുന്നുണ്ടാവാം.
അപ്പോൾ അതിനൊന്നും ഞാൻ മെനക്കെട്ടില്ല. ഞാൻ ഒരു സാധനം അങ്ങനത്തെ വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഡാളിക്ക് അക്കിക്ക് മാത്രം ഒരു കൊന്ത മാസമാണ്. അപ്പോൾ ചേച്ചിക്ക് ഒരു കൊന്ത ഞാൻ എറണാകുളത്തു നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഞാൻ ഓഫറിങ് ഇത് ഇങ്ങനെ ഒരു സംഭവത്തിന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ വേറെ ഒരു സാധനം പോലും വാങ്ങിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോയി വന്ന് ഞാൻ പറഞ്ഞല്ലോ പാച്ചുവിന് ഇതാണ് വാങ്ങിയത്. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. ABCDയുടെ ബ്ലോക്കുകളാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇഷ്ടം. അവന് കാറിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോമുന് കാറും ഇവന് ഇതും വാങ്ങിയത് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്, വേളാങ്കണ്ണിയോട് വിട പറയുകയാണ്. അപ്പോൾ എല്ലാ വഴിപാടും ചെയ്തു. അപ്പോൾ കുറച്ച് കുട്ടികൾ സംശയങ്ങൾ ചോദിച്ചായിരുന്നു, ഉണ്ണികൾ ഉണ്ടാവാനാണോ തൊട്ടിൽ കെട്ടണേന്നുള്ളത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഓരോന്നിൻ്റെയും എന്നോട് കുറച്ച് പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്രസിന് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് കുട്ടികൾ ഉണ്ടാവണതിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തൊട്ടിൽ കെട്ടിയിട്ട് നമ്മൾ പിന്നീട് അത് എന്താ പറയുക നടക്കുമ്പോൾ ചിലപ്പോൾ വന്ന് അത് അഴിക്കുകയോ അല്ലെങ്കിൽ രണ്ടാമതൊരു തൊട്ടിൽ കെട്ടുകയും ചെയ്യും. പിന്നെ തൊട്ടിൽ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, അത് അവിടെ കൊണ്ടുവന്ന് വെക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോ അവയവത്തിൻ്റെയും മെഴുകുകൊണ്ടുള്ള രൂപങ്ങളുണ്ട്. അത് ഞാൻ മെഴുകുതിരി വാങ്ങിക്കുന്നിടത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഒരു കൂട്ടർ ചോദിച്ചായിരുന്നു കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള വഴിപാട് എന്താണെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ താലി എന്നാണ് പറയുക. പക്ഷേ താലി എന്ന് പറയുന്നത് അവിടെ നമ്മളുടെ താലിയല്ല, ഒരു മഞ്ഞച്ചരടുമേ മഞ്ഞൾ കെട്ടിയിട്ടുള്ള സംഭവമാണ് അവിടെ ഇട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ താലി വാങ്ങിക്കൊണ്ടുപോകാം. അപ്പോൾ അത് നമ്മൾ പള്ളിയിൽ അവിടെ കൊടുക്കുമ്പോൾ അവരത് വാങ്ങി നമ്മളുടെ നടയിൽ വെച്ച് അവിടെ ഒഴിഞ്ഞിട്ട് തിരിച്ച് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ അവിടെ ഇടാം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ യാത്ര തുടർന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ പിന്നെ വീട് വയ്ക്കുമ്പോൾ പൂട്ടും താക്കോലും ഉണ്ട്. അത് കൂടാണ്ട് തന്നെ വീടിൻ്റേതായ ഇത് കിട്ടും, എന്താ പറയുക, ഫോട്ടോസ് കിട്ടും. പിന്നെ ഞാൻ ആൾരൂപം വെച്ചായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാല് ഇത്തിരി പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ മനസ്സിൽ വിചാരിച്ചിട്ട് അത് വെച്ചു. പിന്നെ ആൾരൂപം വെച്ചു എനിക്കും. പിന്നെ എന്താ പറയുക, അങ്ങനെ ആൾരൂപം വയ്ക്കുക നമ്മളുടെ ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ദേ വരുമ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ പൊങ്ങുണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ നാളികേരം മുളയ്ക്കില്ലേ, ആ മുളയ്ക്കുന്ന പൊങ്ങാണ്. ആ പൊങ്ങുന്നതിന് നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അത് പലയിടത്തും കണ്ടു. അപ്പോൾ ഞാനൊരു സ്ഥലത്തെത്തിയപ്പോൾ ഡിവൈനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഒന്ന് നോക്കാം, കുറേ അതിലേക്ക് കാണണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഇവർ മുളപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. 100 രൂപ ഒരു നാളികേരത്തിൻ്റെ പൊങ്ങ് 4 പീസാക്കി ഇങ്ങനെ മുറിച്ചിട്ടാണ് തന്നത്. അങ്ങനെ ഞാനും ഡോണും ഡിവൈനും ഡാഡിയാണ് ഓരോ പീസ് എടുത്തത്. ഡിംപിൾ ഈ പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കില്ല കേട്ടോ, പണ്ട് തൊട്ട് അങ്ങനെയാണ്. അങ്ങനെ തോമുത ഡിംപിളുടെ മടിയിലിരുന്ന് കാറ്റും കൊണ്ട് പോണു. പിന്നെ എനിക്ക് തോന്നുന്നു വഴിപാടുകളുടെ കാര്യം ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഈ യാത്രയിലേക്ക് വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ മൊത്തം ഇങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതേ വഴിയിലിറങ്ങി കോഫി കഴിക്കാൻ. അപ്പോഴും നിങ്ങൾ നോക്കിയറിയാം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല, കാരണം ഇതൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ 2 സ്ഥലം ഒന്നിച്ച് പിന്നെ എഞ്ചിനൊന്ന് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് തുറന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ കുട്ടികൾക്ക് ഡയപ്പർ മാറ്റണം, മരുന്നുകൾ കൊടുക്കണം. അങ്ങനെയുള്ള 3 പിള്ളേർസുള്ള കാരണം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോൾട്ട് ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളില്ലെങ്കിൽ ഞങ്ങൾ ഹോൾട്ട് കൂടാറ പതിവ്. അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കും. ഇതിപ്പോൾ ഒരു രക്ഷയില്ല, ഫോട്ടോസോ ഒന്നും എടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ വെച്ച് പോലും ഒന്നിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തിട്ടില്ല, കാരണം അത്രയും വെയിലായിരുന്നു. വെയിലത്ത് നമുക്ക് കുട്ടികളെയും കൊണ്ട് നിൽക്കാൻ പോയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഈ അറ്റത്തുനിന്ന് ഓട്ടോ ഇറങ്ങിയിട്ട് ഓടി അപ്പുറത്തേക്ക് കയറുക ചെയ്തത്, കാരണം ചെരുപ്പും ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതേ ബേൽപൂരിയും പാനിപ്പൂരിയും ഒക്കെ വാങ്ങി കഴിച്ചു. നല്ല ഫ്ലേവറായിരുന്നു. പിന്നെ ഡിവൈന് തമിഴ് അറിയണ കാരണം കുറേ കത്തിയൊക്കെ അടിച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നല്ല കോഫി കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ കോഫിക്ക് എന്തത്ര പ്രത്യേകത നോക്കിയപ്പോൾ ബ്രൂവിൻ്റെ സൂപ്പർ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അവരുടെ കോഫി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിലത്തെ മൊത്തം സ്ട്രോങ് കോഫിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നി സൺറൈസിൽ നിന്ന് പതുക്കെ ഇനി ബ്രൂവിലേക്ക് മാറിയാലോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ ഞാൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അവിടുത്തെ ബാത്റൂമിൽ ഒക്കെ പോയി. ഞാൻ പറഞ്ഞില്ലേ എവിടെയാണോ പോണത് അവിടെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് കുട്ടികളുടെ ഡയപ്പറൊക്കെ മാറ്റി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരായി. അപ്പോഴും ഉച്ചയ്ക്ക് ആർക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഈ സ്വീറ്റ്സ് വാങ്ങിയത് ഫുള്ള് ഞങ്ങൾ കഴിച്ചു.
നിങ്ങൾ കണ്ടില്ലേ, ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഡിവൈനാണ് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു ഡിവൈനും ഡിംപിളിന് വലിയ കാര്യമില്ല സ്വീറ്റ്സ്, ഡിവൈനും ഡാഡിയും പൊക്കോന്ന് പറഞ്ഞു. കാരണം അവരാണ് സ്വീറ്റ്സിൻ്റെ ആശാന്മാർ. അങ്ങനെ അവരവിടെ പോയിട്ട് എന്താ പറയുക, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഓരോ സ്വീറ്റ്സിനും, ഓരോ ടേസ്റ്റ്. കാരണം അവിടെ അത് സ്വീറ്റ്സിൻ്റെ സെൻറ്ററാണ്, തഞ്ചാവൂരാന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ സ്വീറ്റ്സിന് ഭയങ്കര ടേസ്റ്റാണ്. ബാദുഷയൊക്കെ അവിടുത്തെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഫുൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈൻ ഇഷ്ടമുള്ളത് എല്ലാതും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേയൊന്നും വാരി വലിച്ച് വാങ്ങിച്ചില്ല. 5 പേർക്ക് ഓരോന്ന് വീതം, ഒരു 3-4 ഐറ്റം 5 എണ്ണം വീതം വാങ്ങി. അങ്ങനെ അതും കഴിച്ച് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് യാത്രയിലൊന്നും കഴിക്കണം തോന്നിയില്ല എന്നുള്ളത്. അപ്പോൾ അത് പിള്ളേർസിൻ്റെ മേളാണ് കേട്ടോ. ഇവർ രണ്ടാളുടെ ഒപ്പം നിൽക്കും ഈ ചാക്കോച്ചനും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ജോളി ട്രിപ്പായിരുന്നു, ഭയങ്കര സന്തോഷം തരുന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് പോയി വന്നതിന് ശേഷം പറയാമല്ലോ, പോകുമ്പോൾ പറയാൻ പേടിയാണ്, അപ്പോഴും പേടി. ഇപ്പോൾ പോയി വന്നിട്ടിപ്പോൾ ശരിക്കും ഇന്നലെ ഈ നേരത്തെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തു. കുട്ടികൾക്കായാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വഴിയിലൊന്നും ഉണ്ടായില്ല. മരുന്നുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റി. അങ്ങനെ പറയത്തക്ക ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഇത് ഭയങ്കര പേടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ്, പക്ഷെ നമ്മൾ പേടിച്ചിട്ടാണ് ചെയ്തത്. ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ കുട്ടികളെയും കൊണ്ട്. പക്ഷേ വിചാരിച്ച ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കുട്ടികളൊന്ന് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ കുട്ടികളുടെ ബഹളവും ചിരിയും കണ്ടറിയാം നമ്മളുടെ എന്തായിരുന്നു വണ്ടിയുടെ ഉള്ളിലത്തെ വൈബ് എന്നുള്ളത്. അങ്ങനെ ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങൾ എന്താ പറയുക, ആ ഭക്ഷണം കഴിക്കാനായിട്ട് നിന്നത് പാലക്കാട് എത്തിയിട്ടാണ്. പാലക്കാട് എത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റോയൽ റെസ്റ്റോറൻറ്റ് അങ്ങനെ അങ്ങോട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പാവർട്ടിയിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ കടയിലുണ്ടായിരുന്ന രവിയേട്ടൻ്റെ പെങ്ങളുടെ മോൻ, അവൻ ഓടി വന്നിട്ട് ടോണിയേട്ടാന്ന് വിളിച്ചപ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. കാരണം അന്നൊക്കെ ചെറിയ കുട്ടിയാണ്. കാരണം ഡിംപിളിന് 13 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ പാവർട്ടിയിൽ നിന്ന് പോരണത്. അന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡോണിനെ കണ്ടിട്ട് അവനും മനസ്സിലായില്ല. കാരണം ഡോണി ഇത്രയും വലിയ ആളായില്ലേ, വലിപ്പത്തിലൊക്കെ വന്നില്ലേ, പ്രായം മാറിയില്ലേ. ഡിംപിളിനെ കണ്ടിട്ടാണ് അവൻ ഓടി വന്നത് കേട്ടോ. അങ്ങനെ അവന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഡിന്നർ സമാധാനത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ അവിടെ എത്തുമ്പോൾ കേട്ടോ. 8 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കാരണം അവിടെ ഒരു 1-1.5 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു സമാധാനത്തിലിരുന്ന് വർത്താനവും വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ വണ്ടിയിലിരുന്നതിൻ്റെ ഒരു ഇത്. അപ്പോൾ ആൻസൺ വിളിച്ചു. ആൻസൺ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വിശേഷങ്ങളൊക്കെ ചോദിച്ച്. ശരിക്കും ആൻസനെ മിസ് ചെയ്തു ഈ ട്രിപ്പിൽ. കാരണം ആൻസൺ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ജോളിയായിട്ട് പോകാമായിരുന്നു. പക്ഷേ ഒരു നിലയ്ക്കും പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാലോ സെപ്റ്റംബറിൽ ഫുൾ ലീവായിരുന്നു നമ്മളുടെ കല്യാണവും ആഘോഷങ്ങൾ. അതുകൊണ്ട് തന്നെ അതൊക്കെ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പിന്നെ അവർക്ക് അടുത്ത് തന്നെ അവർ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലാണ്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക, എപ്പോൾ വരും, എന്ത് വരും. അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല എരിവുള്ള എന്തെങ്കിലും വേണമെന്ന്. ഞങ്ങൾ ഈ പറയുമ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ്. ഞങ്ങൾ തലേ ദിവസം അവിടെ പോയിട്ട് കഴിച്ച ഏതാ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയില്ല കർത്താവേ. അവിടുത്തെ ഡിവൈൻ ചന്ദ്ര, അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പറയാണ്ട് പോയി 250 രൂപ കോംബോ ആയിരുന്നു. ബിരിയാണി, തൈര് സാദം, ഞാൻ ഇന്നലെ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയുള്ള നല്ലൊരു കോംബോ പാക്കായിരുന്നു. നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതുപോലെ എരിവും പുളിയൊക്കെ ഉള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ നല്ല പെപ്പർ, മറ്റേ അൽഫാമും പിന്നെ പെപ്പറും പിന്നെ പിരിപിരിയായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ 2 കൂട്ടം പിന്നെ നല്ല ഫ്രൈഡ് റൈസും കൂടിയിട്ടാണ് കഴിച്ചത്. അതായത് ഓരോ പീസ് ചിക്കനും ഒരു ഫ്രൈഡ് റൈസും അത്രയും ആയപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് ഫുള്ളായിട്ടോ. ഞാൻ പറഞ്ഞില്ല അതും ഇതൊക്കെ കഴിച്ചു എന്ന്. പിന്നെ ഒരു ലൈം ടീയും കഴിച്ച് ഞങ്ങൾ കുട്ടികൾ ജ്യൂസാണ് കുടിച്ചത്. ഡിവൈനും ഡിംപിളും ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ എന്താ പറയുക ഞങ്ങളുടെ ഡിന്നറും ക്ലോസ് ചെയ്തു. അപ്പോൾ ഡാഡി പറഞ്ഞു പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതിയൊന്ന്. കുട്ടികൾ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു പറ്റില്ല, ചെന്നിട്ട് ഇനി കിച്ചണിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം കഴുകി അവിടെ വെച്ച് ഇവിടെ വെച്ച് പിന്നെ സമയം ഇനിയും ലേറ്റ് ആവും. അപ്പോൾ അത് വേണ്ട, ഇവിടെ തന്നെ കഴിച്ചിട്ട് പോകാൻ 1 മണിക്കൂർ ശരിക്കും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ ഇതാ റോയൽ റെസ്റ്റോറൻറ്റ്, അങ്ങനെ അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അങ്ങനെ സുരേഷ് നെന്മാറ അവനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിത് എത്തി. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞില്ലേ ഒരു ടോള് നല്ല പിള്ളേരായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ടോൾ പ്ലാസയിൽ ഇറങ്ങി
അവിടെ കുറച്ച് ഇറങ്ങല്ല കേട്ടോ, അവിടെ അതിൽ കൂടെ പോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്താ പറയുക, ഇവിടെ നിന്നാണ് ശരിക്കും നല്ലൊരു ഇവരാണ് നമ്മളോട് പറഞ്ഞത്, പൊക്കോ, ഇത് വേണ്ട, ഇതിലുണ്ട് ഓൾറെഡി, നമ്പർ അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു, നമ്മൾ പറയില്ലേ എവിടെയും ചെല്ലുമ്പോൾ ഒരു നല്ലൊരു തുടക്കം കിട്ടുക പറയില്ല, അത് ഇവിടെ നിന്നാണ് ശരിക്കും തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്താറാവും തോറും എല്ലാവർക്കും ക്ഷീണം കൂടി തുടങ്ങി. നമ്മൾ പറയില്ലേ എത്താറാവുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവും എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് നമ്മളിത് നമ്മുടെ കുതിരാൻ കടന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്, എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുതിരാൻ. അപ്പോൾ കുറേ നമ്മളിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള വഴിയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ആയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം, ഒരു പ്രാവശ്യം നമ്മൾ മറ്റേ കൊത്താമ്പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാണ് പോണത് കേട്ടോ. അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്കും ഇത് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. നാളെ മേലൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഓർമ്മകൾ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നമ്മളുടെ നാട്ടിലേക്ക് എത്തി, അതായത് നമ്മുടെ പൂച്ചട്ടി സെൻറ്റർ, നടത്തറ സെൻറ്റർ എത്തി. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ അറിയാലോ നമ്മുടെ നടയിലത്തെ ആ പുറത്തുള്ള ലൈറ്റ് മാത്രമാണ് കത്തിക്കിടക്കുന്നത്, ബാക്കിയൊക്കെ അന്ധകാരമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അന്നും എപ്പോഴും ഏത് സമയത്തും കെടാണ്ട് കത്തുന്ന ഒരു കെടാവിളക്കാണ് കേട്ടോ. ക്രിസ്തുരാജൻ്റെ ഞാൻ 2 ദിവസം മുമ്പ് തുടച്ചില്ലേ അത്, അപ്പോൾ അത് കത്തിക്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഒരു എന്താ പറയുക, എല്ലാ വഴിപാടും തീർത്ത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പം ഞാൻ പറയായിരുന്നു, മാതാവിൻ്റെ മാസമാണ് സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ ആ നോയമ്പെടുത്ത്, ആ നോയമ്പിനോടനുബന്ധിച്ച് കല്യാണം മാമോദിസ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഒരു മരണം, അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഞങ്ങളുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി, അത് കഴിഞ്ഞ് അതേ മാസം തന്നെ ഞങ്ങൾക്ക് മാതാവിനോട് നന്ദി പറയാൻ പോകാൻ പറ്റി. അതെല്ലാതും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞു സെപ്റ്റംബർ മാസം മാതാവിൻ്റെ മാസം, നമ്മൾക്ക് പുണ്യമാസമെന്ന് പറഞ്ഞു ഞാൻ മക്കളോട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ വിശേഷം പറയാനായിട്ട്, ഇന്ന് ശരിക്കും ഞായറാഴ്ചയാണ്, പക്ഷേ ഞാൻ ഇന്നത്തെ വിശേഷം ഞാൻ നാളെ പറയാം. അപ്പോൾ അതേ ഒരാൾ നിൽക്കണമുണ്ടോ, അതായത് പിന്നിൽ ഇരുന്നിട്ട് കാല് വേദന എടുത്തിട്ട് ആൾ നിൽക്കുക. അപ്പോൾ പറയായിരുന്നു ഇതുപോലെ യാത്ര ചെയ്താൽ മതിയായിരുന്നു വണ്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് എന്ന്. അങ്ങനെ ഞങ്ങളെന്താ പറയുക, ഞങ്ങളെല്ലാവരും ഒരേ വൈബിലാണ് പോയതും വന്നതും. ഈ പാത്രം കൊണ്ടുപോയി ഇത് കുപ്പി കഴുകാനാണ്, പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ എൻ്റെ മക്കൾ ഇതേ കിടന്നിട്ട് കണ്ടോ, അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ, അവരെയാണ് ഞാൻ ശരിക്കും മിസ് ചെയ്യുക. ഇവരുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു രാത്രി മാത്രമേ ഞാൻ വിട്ടു നിൽക്കുള്ളൂ. 2ാമത്തെ രാത്രി ആകുമ്പോഴേക്കും ഞാൻ ഓടി വരും. കാരണം അവർക്ക് വേറെ ആര് ഭക്ഷണം കൊടുത്താലും അവർ കഴിക്കാൻ കൂട്ടാക്കില്ല. ആൾ വരും പോകുന്നല്ലാണ്ട് അവർ കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഓടി വരും കേട്ടോ. അപ്പം അങ്ങനെ അവരിതേ കണ്ടു, എന്നെ കണ്ട സന്തോഷത്തിൽ അവരുടേതായ ഭാഷയിൽ എന്നോടുള്ള സംസാരമാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി തലോടിയാൽ അവർക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ അതേ സെക്ഷനായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഉറക്കക്ഷീണം ഞങ്ങൾക്കില്ല, ഡോണിന് നല്ല ഉറക്കക്ഷീണം കാണും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ സുഖമായിട്ട് വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയതാട്ടോ. അങ്ങനെ അതെ വലിയ ഒരു യാത്ര കഴിഞ്ഞ് സംഭവം 2 ദിവസം മാറി നിന്നുള്ളെങ്കിലും ആ 2 ദിവസം ഏറ്റവും സന്തോഷമായിട്ട് മാതാവിൻ്റെ അടുത്ത് പോയി നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്തൊക്കെയോ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾക്ക് തോന്നി. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചിരുന്ന കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ അവിടെ ഭാരം ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു നമ്മൾ അതുപോലെയുള്ള ലൈഫ് തരണേ മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ കുറേ സങ്കടപ്പെട്ട കുറേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്ന് ഞങ്ങൾക്ക് തരായിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ എന്താ പറയുക, എല്ലാ ഭംഗിയായിട്ട് നടന്നു. സമയം 11:10. ഇനി കിടക്കുക എന്നുള്ളതാണ് അടുത്തൊരു പരിപാടി. അങ്ങനെ എല്ലാവരും നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ച് സുഖമായിട്ട് കിടന്നു ഉറങ്ങി. അങ്ങനെ ഒരു വേളാങ്കണ്ണി ട്രിപ്പ് ഇതാ ഇവിടെ അവസാനിച്ചു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വല്ല വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി മറുപടി പറഞ്ഞു തരേ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പോലെ കേട്ടോ. എനിക്ക് അങ്ങനെ കൂടുതലൊന്നും അറിയില്ല. സംഭവം ഞാൻ എല്ലാ വർഷവും പോവും വരും എന്നല്ലാണ്ട് എനിക്കങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാറിയില്ല. അപ്പോൾ ഇന്നലെ തന്നെ ചുരുക്കം പറഞ്ഞ് ഞാൻ ആ വലിയ രൂപം സ്റ്റാച്ചു എന്തിൻ്റെ ആയിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു അത് മറ്റേ ക്രിസ്തുരാജൻ്റെയാണ്, മാതാവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ എനിക്കും കുറേ തെറ്റുകൾ പറ്റാം. എനിക്ക് അവിടുത്തെ ഒന്നും അങ്ങനെ മുഴുവൻ അറിയുന്ന ആളല്ല. ഇത്രയ്ക്കൊക്കെയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.